ഇപ്പം കേരളക്കാരെ മൊത്തം തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആങ്കർ ഉണ്ട്. ആ ആങ്കർ ഞാൻ തന്നെയാണ്. ഒരു പെണ്ണിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ഷാലു ചോദിച്ചതെന്ന് പലരും പേഴ്സണലായിട്ട് എനിക്ക് ഇൻബോക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസങ്ങൾക്ക് മുമ്പേ DNA മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഹന രതി കോശി എന്ന് പറയുന്ന ആക്ട്രസിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. കിടന്നു കൊടുത്താലാണോ സിനിമയിൽ ചാൻസ് കിട്ടുന്നത് എന്ന്. ആ ക്വസ്റ്റ്യന് ഹന കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഞാൻ റിയാക്ട് ചെയ്തു. നല്ല രീതിക്ക് അതൊരു ക്ലാഷിലോട്ട് പോയി. അവസാനം മൈക്ക് കൂരി എറിഞ്ഞ് ഹനയും അഷ്കറും ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിൽ. രണ്ടുപേരും കൂടി ഇറങ്ങിപ്പോയി കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഒരുപാട് പേര് അത് പ്രാങ്ക് ആണോ എന്ന് ചോദിച്ച് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രാങ്ക് ആയിട്ടുള്ള കണ്ടന്റ് അല്ല. ഒരാൾ മൈക്ക് കൂരി എറിയുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. എനിക്ക് പിന്നെ എന്താ പറയാ, ആ ഒരു രീതിയിൽ മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ മീഡിയയിൽ ഇത്ര ആളുകൾ കാണുന്നുള്ളത് കൊണ്ടാണ് കുറെ സംയമനം പാലിച്ചും ഞാൻ പിന്നെ അവിടെ ഇരുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടില്ല. എന്ത് വൃത്തികെട്ട ചോദ്യമാണെന്ന് ചോദിക്കുമ്പോഴും ഷാലു എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്, എന്താണ് കാരണം എന്നൊരു ചോദ്യം ചോദിക്കാൻ പോലും ആരും മുമ്പോട്ട് വന്നിട്ടില്ല. അതിനുള്ള ഉത്തരം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ ഭാഗം ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആങ്കറിങ്ങിന്റെ ഒപ്പം പാഷനായി കൊണ്ടു നടക്കുന്ന ഒരു ഡ്രീമാണ് ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കുക എന്നുള്ളത്. ഒരുപാടെടുത്ത് ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട്, സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആവുമ്പം അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു അഭിനയിക്കുക എന്നുള്ള ഫീൽഡിൽ ആ ഡ്രീം തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ്. ഞാൻ ഇന്നൊരു വ്യക്തിക്ക് അറിയപ്പെടുന്ന പല ആളുകളിൽ നിന്നും ഡയറക്റ്റ് ആ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഇപ്പം ഒരു 10 പെൺപിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഡ്രീമുമായിട്ട് പോകുന്ന 10 പെൺപിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുത്തരം പറയും, യെസ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഒരിക്കലെങ്കിലും നേരിടേണ്ട വന്നിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഫിലിമിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് കൂടി തന്നെ ഞാൻ കുറച്ചു നേരം ഹനിയോട് പേഴ്സണലി സംസാരിച്ചപ്പം ഐ തോട്ട് ഷീ ഈസ് എ ബോൾഡ് ലേഡി. ബോൾഡ് ആണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഹനയോട് ഞാനൊരു ചോദ്യം ചോദിക്കാനുള്ളത് കാണിച്ചതും. ഇപ്പൊ ബോൾഡ് അല്ലായിരുന്നെങ്കിൽ ഞാൻ ആ ചോദ്യം ചോദിക്കത്തില്ലായിരുന്നു. പുള്ളിക്കാരിക്ക് ഒരുപാട് കാഴ്ചപ്പാട് ലൈഫിനെ പറ്റിയുണ്ട്. അപ്പൊ അതെല്ലാം കണ്ടപ്പം പുള്ളിക്കാരി തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു. ബട്ട് കുറച്ചു നേരം പുള്ളിക്കാരി സൈലന്റ് ആയിപ്പോയി. പുള്ളിക്കാരി എന്റെ അടുത്ത് നിന്ന് ആ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തില്ല. അങ്ങനെ മിണ്ടാതിരുന്നപ്പോ എനിക്ക് സ്വാഭാവികമായിട്ട് എന്റെ പഴയ കാര്യങ്ങൾ ട്രിഗർ ആയി. എന്തുകൊണ്ട് പുള്ളിക്കാരി പറയുന്നില്ല, പുള്ളിക്കാരി ബോൾഡാണ്, എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഹന കിടന്നു കൊടുത്തോണ്ടാണ് അപ്പൊ ചാൻസ് കിട്ടിയതെന്ന്. കാരണം എനിക്ക് പുള്ളിക്കാരിയുടെ അടുത്തുനിന്ന് വ്യക്തമായ ഒരു ഉത്തരം വേണമായിരുന്നു. പുള്ളിക്കാരിക്ക് എന്താണ് ഇതിൽ നടക്കുന്നത് എന്നൊരു പിക്ചറിൽ നമുക്ക് പറയാമായിരുന്നു. അത് പുള്ളിക്കാരി പറയാതെ അവിടെ അഷ്കറാണ് കൂടുതലായിട്ടും റിയാക്ട് ചെയ്തത്. പുള്ളിക്കാരി ഹന വലിയായിട്ട് റിയാക്ട് ഒന്നും ചെയ്തില്ല. അപ്പം അഷ്കർ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തു? അപ്പൊ മെയിൽ ഡോമിനേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണോ ഹന എന്ന് എനിക്ക് തോന്നിപ്പോ. ഇൻഡിപെൻഡന്റ് വുമൺ ആണ് എന്ന് ഹന പറയുന്നുണ്ട്. അപ്പം അഷ്കർ വീണ്ടും എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യാത്ത എന്നൊരു തോട്ടിലാണ് ഞാൻ ആ ചോദ്യങ്ങൾ ചോദിച്ചത്. അവിടെ ക്ലാഷ് ഉണ്ടാവുകയും ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാം ഇതാക്കുമ്പോഴേക്കും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമല്ല, ആളുടെ എക്സ്പീരിയൻസിൽ നിന്നും കൂടിയാണ് ക്വസ്റ്റ്യൻസ് പലതും ചോദിക്കുന്നത്. എന്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിച്ചത്. ഇന്നേ വരെ ഒരു മൂവിയിലോ ഒരു ഇതിലോ എനിക്ക് കിട്ടിയിട്ടില്ല. ഓഡീഷൻസ് സെലക്ട് ആയി പോകുമ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ചോദിക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് നല്ല പിന്മാറി നിൽക്കുകയാണ്. ഈ ഒരു 6 മാസങ്ങൾക്ക് മുമ്പേ വരെ ഈ ഡ്രീമായിട്ട് നടന്ന ആളാണ് ഞാൻ. പിന്നെ ഞാൻ ടോട്ടലി ഉപേക്ഷിച്ചു. എനിക്ക് മനസ്സിലായി നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടേണ്ട ഒരു ഇതും അല്ലാതെ ചുമ്മാ കിടന്നു കൊടുത്ത് നേടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹന അങ്ങനെ ഒരു ലേഡി ആണെന്നല്ല ഞാൻ പറയുന്നത്. ഹന ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതാണെന്നുള്ളത് ഹന എന്നോട് പേഴ്സണലി ടോക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതാണ്. അതുകൊണ്ടാണ് ധൈര്യത്തോടെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പുള്ളിക്കാരി ഹ്യൂമിലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. പക്ഷെ അത് ഒബ്വിയസ്ലി വേറെ രീതിയിലോട്ട് കാര്യങ്ങൾ പോയി. നല്ല രീതിക്ക് ട്രോള് കാര്യങ്ങളെല്ലാം വന്നു. അവിടെയും എന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെട്ടു. ഞാനൊരു വേശ്യയാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ അങ്ങനെ കടന്നു കൊടുത്തിട്ടാണ് ആങ്കറായ? ഒരിക്കലുമല്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ഇത്രയും വൈകിയത് തന്നെ, ഇവിടെ ഒരു എത്തി നിൽക്കാൻ ഞാൻ വൈകിയത് തന്നെ പിന്നെന്താ പറയുക, സ്ട്രഗിൾ ചെയ്ത് വന്നുകൊണ്ടാണ്. ഈസി ആയിട്ട് എനിക്ക് എത്താൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് ഇവർ പറയുന്ന പോലെ പല രീതിക്കും അഡ്ജസ്റ്റ് ചെയ്തും ഇതാക്കിയൊക്കെ എനിക്ക് എത്തി നിൽക്കാമായിരുന്നു. അത് ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്ക് ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ മുഖത്ത് നോക്കി, ഈ ഒരു സൊസൈറ്റിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള തന്റെ ഇടം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ അങ്ങനെയല്ല വന്നത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ആദ്യം സപ്പോർട്ട് ഇല്ലാതെയാണ്, ഈവൻ പിന്നെ വീട്ടുകാരെ പോലും ആശ്രയിക്കാതെയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. എനിക്ക് എന്റേതായ ബുദ്ധിമുട്ട്, എന്റേതായ കാര്യങ്ങളുണ്ട്. സ്റ്റിൽ എന്റെ പാഷനാണ് ആങ്കറിംഗ് പ്ലസ് സിനിമ എന്ന് പറയുന്നത്.
അതിന് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരെടുത്ത് ഞാൻ പോയി ചോദിച്ചിട്ടുമുണ്ട്. ആ സമയത്തൊന്നും റെസ്പോണ്ട് ചെയ്യാത്ത ആളുകൾ, അയ്യോ പിന്നെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ ആളുകൾ എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് എന്നെ പേഴ്സണലി വന്നിട്ട് എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് തളർത്താൻ നോക്കിയവരുണ്ട്. അവിടെ ഞാൻ തളർന്നിട്ടില്ല. അവർക്ക് റിപ്ലൈ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറായിട്ടുമില്ല. മനസ്സിലായല്ലോ? എനിക്ക് എന്നെ കുറിച്ച് പറയാനുള്ളത് ഇത്രയാണ്. പിന്നെ ഹനയ്ക്ക് അത് ഫീൽ ചെയ്തെങ്കിൽ ഞാൻ സോറി പറയാൻ തയ്യാറാണ്. ഹന അങ്ങനെ പേഴ്സണലി അത് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സോറി പറയാൻ തയ്യാറാണ്. ആരോടും വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമില്ല. ഫിലിം ഇൻഡസ്ട്രിയെ മൊത്തം അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഫിലിം ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ ചില ആളുകൾ ആ ഇൻഡസ്ട്രിയിലുണ്ട്. അതിനെ എടുത്തു കാണിക്കാനാണ് ഞാൻ അവിടെ ആ ഒരു ടോക്ക് കൊണ്ടുവന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഹനയോട് ആ ക്വസ്റ്റ്യൻ ഉന്നയിച്ചത്. ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരു ഉത്തരമായിട്ട് ഹന വരുമെന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അഷ്കർ ഇടപെട്ടു. അത് വേറെ രീതിയിലോട്ട് കാര്യങ്ങൾ പോയി. അവിടെ അഷ്കറും തെറ്റുകാരനല്ല. സ്വാഭാവികമായിട്ട് തന്റെ സുഹൃത്തിനെ ഫോക്കസ് ചെയ്ത് പറയാന്ന് പുള്ളിക്ക് തോന്നിയപ്പോൾ പുള്ളി ആ രീതിയിൽ റിയാക്ട് ചെയ്തതാണ്. ആരും ഞാനിവിടെ കുറ്റപ്പെടുത്തുന്നില്ല. ഓക്കെ, അപ്പം വീഡിയോസ് എല്ലാം ഇപ്പൊ ചാനൽ ഇതാക്കിയേക്കാണ്. വേറൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ കൂടുതലൊന്നും അതിനെ പറ്റിയിട്ട് പറയുന്നില്ല. ഞാൻ പ്രഷർ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്റെ ഇൻഫ്ലുവൻസിലോ അല്ല വീഡിയോസ് പോയിരിക്കുന്നത്. എനിക്ക് വീഡിയോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എന്ത് തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല. എനിക്ക് എന്നെ അറിയാം, എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം. എനിക്ക് അവരെ ബോധിപ്പിച്ചാൽ മതി. എനിക്ക് എല്ലാവരും ബോധിപ്പിക്കണമെന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു റീസെന്റ് ആയിട്ട് നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് കാസ്റ്റ് കൗച്ചിങ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ആ ടോപ്പിക്ക് അറിയപ്പെടുന്ന ആളുകൾ അടക്കം വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഈവൻ ഫിലിം ഫീൽഡ് മാത്രമല്ല പല പ്ലാറ്റ്ഫോംസിലും ഈ പറയുന്ന കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെ എല്ലാ ലേഡീസും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് കഴിവുകളുള്ള ആളുകളുണ്ട്. ഒരുപാട് ഈ ഒരു ഫീൽഡ് ഡ്രീം കാണുന്ന ആളുകളുണ്ട്. അവർക്ക് എത്തിപ്പെടാൻ പറ്റാതെ ഇങ്ങനെ ഈവൻ ഈ ഫീൽഡ് മാത്രമല്ല മോഡലിംഗ് ഫീൽഡ് ആണെങ്കിലും എക്സാമ്പിൾ എടുക്കാം. ഒരുപാട് പേര് മോഡലിംഗ് ചെയ്തു പോകുന്നുണ്ട്, പാഷനായിട്ട് മോഡലിംഗ് ചെയ്തു പോകുന്നുണ്ട്. അല്ലാതെ വേറെ കുറച്ച് ആൾക്കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ പാഷൻ മോഡലിംഗ് ആയിരിക്കില്ല, മണി ആയിരിക്കാം, വേറെ പ്രശസ്തി അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. അങ്ങനെ പലതും ഫോക്കസ് ചെയ്ത് പോകുന്നവരായിരിക്കാം. ഈ ഒരു ഫീൽഡിനോട് പാഷൻ തോന്നിയിട്ട് വരുന്നവരും ആയിരിക്കില്ല. പക്ഷെ ഈ ഫീൽഡിനോട് പാഷൻ തോന്നി വരുന്നവരും ഉണ്ട്. ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റാതെ ഇപ്പോഴും ഒരുപാട് വർഷങ്ങളോളം കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. ഈവൻ ഞാൻ സീരിയലിന്റെ ഓഡീഷൻസിനൊക്കെ ട്രൈ ചെയ്തപ്പം എനിക്കൊരു ഓഡീഷന് കിട്ടിയപ്പം ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഷാലുവിന് ഇവിടെ ഈ ഒരു ഇതിൽ കിട്ടിയ ഷാലു ലക്കിയാണ്. കാരണം ഷാലുവിന് ഒരു 6-7 വർഷത്തെ ഇതല്ലേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷെ ഷാലു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വർഷങ്ങളോളം കഷ്ടപ്പെട്ടിട്ട് ഇപ്പോഴും എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളുണ്ട്. അവര് തന്നെ പറയാണ് അവർക്ക് ഇപ്പോഴും പാഷനായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഷാലു ലക്കിയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഒബ്വിയസ്ലി ഞാൻ ആ ഡ്രീം എല്ലാം ഉപേക്ഷിച്ചു. എനിക്കത് ഉപേക്ഷിക്കേണ്ടി വന്നു. ആസ് എ ലേഡി ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കണമെങ്കിൽ നമ്മൾ പലതും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. എല്ലാവരും പറ്റിയല്ല പറയുന്നത്. നല്ല ആളുകളടുത്ത് ചിലപ്പോൾ ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ടാവില്ല. നല്ല ആളുകൾ ഈ ഫീൽഡിലുണ്ട്. നല്ല കാര്യങ്ങൾ, അതായത് കലാകാരന്മാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന നല്ല നല്ല ഡയറക്ടേഴ്സ് ഉണ്ടാവും, നല്ല നല്ല എഴുത്തുകാരെല്ലാവരും ഉണ്ടാവും. അവരുടെ അടുത്ത് ഞാൻ എത്തിപ്പെട്ടിട്ടില്ല. അങ്ങനെ എത്തിപ്പെട്ടാൽ ചിലപ്പോൾ ഞാൻ റീച്ച് ആവുമായിരിക്കും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ലേഡീസിന് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ സിജു വിൽസന്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ പുള്ളിയൊക്കെ ഫിലിം ഫീൽഡ് കയറി. അതൊക്കെ കഴിവ് കൊണ്ട് കയറിയതാണ് അല്ലേ? ഒരുപാട് പേര് കഴിവുകൊണ്ട് കയറി. ഇപ്പൊ നമ്മുടെ ബേസില്, ഡയറക്ടർ ബേസില് പുള്ളിയുടെ കഴിവ് കൊണ്ടാണ് ഇത്രത്തോളം നിൽക്കുന്നത്. കഴിവ് കൊണ്ടും ഈ ഫീൽഡിൽ നിൽക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാവരുടെ കേസ് അങ്ങനെയല്ല. കഴിവുണ്ടായിട്ടും എത്താൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട്. ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരാരും എത്തിപ്പെടാതെ ചിലപ്പം ഇങ്ങനെ ചുമ്മാ വളഞ്ഞ വഴി നോക്കി കയറിയവരുണ്ട്. അവരുടെ അടുത്തൊക്കെയുള്ള ഫ്രസ്ട്രേഷനാണ് ഞാൻ ഇവിടെ തീർത്തത്. ഹന അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഹനയ്ക്ക് അഭിനയിക്കാൻ കഴിവുണ്ട്. ഹനയുടെ കൂമൻ മൂവി ഞാൻ കണ്ടതാണ്. ഷീ ഡിസേർവ്സ്. നല്ല രീതിക്ക് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈവൻ അവാർഡ് വരെ ലഭിച്ച വ്യക്തിയാണ്. ആ പുള്ളിക്കാരിക്ക് പേഴ്സണലി ഹേർട്ട് ആയിട്ടുണ്ട്. പുള്ളിക്കാരിയോടും അഷ്കറിനോടും ഞാൻ സോറി പറയാണ്. നിങ്ങളെ രണ്ടുപേരെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്ന് ഇന്റർവ്യൂവിൽ വന്നിരുന്ന ആ ഒരു ചോദ്യം ചോദിച്ചത്. നിങ്ങളത് എല്ലാം പോസിറ്റീവായി എടുക്കുന്നത് പോലെ ഇതും പോസിറ്റീവായി എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒബ്വിയസ്ലി രണ്ടുപേർക്കും ട്രിഗറായി. വേറൊന്നുമല്ല, ഫ്രണ്ട്സിനെ ഹേർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ പുള്ളിക്കാരും ഹേർട്ടായി. പുള്ളിക്കാരി ഒന്നും മിണ്ടാതിരിക്കുമ്പം പുള്ളിക്കാരി വിഷമം കൊണ്ടായിരിക്കാം ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നത്. പെട്ടെന്ന് കേട്ടപ്പം അയ്യോ എന്നെ അങ്ങനെയാണ് ഷാലു വിചാരിച്ചിരിക്കുന്നത്, എന്നെ ഇൻസൾട്ട് ചെയ്ത് എന്നെ ഹ്യൂമിലേറ്റ് ചെയ്യാനാണ് ഷാലു പിടിച്ചുകൊണ്ടിരുത്തേക്കുന്ന ഒരു തോന്നൽ കൊണ്ടായിരിക്കും. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്ക് ഓരോ തോന്നലുണ്ടാവും. നമുക്ക് ഇപ്പൊ ഏത് നേരത്തെ എന്താ ചിന്തിക്കാന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയായിരിക്കാം പുള്ളിക്കാരി റിയാക്ട് ചെയ്തിട്ടുണ്ടാവുക.
അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ട്രോൾ ചെയ്യുന്നവർക്ക് ഇനിയും ട്രോളാം, എന്നെ പറ്റി കുറ്റം പറയേണ്ടവർക്ക് ഇനിയും കുറ്റം പറയാം. പക്ഷേ എന്താണ് എന്റെ നിലപാട് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഈവൻ ഫിലിം ഇൻഡസ്ട്രീനെ അപമാനിക്കാനോ അല്ല വേറൊരു ഇൻഡസ്ട്രീനെ കളിയാക്കാനോ ഒന്നുമല്ല ഞാൻ ആ ഇന്റർവ്യൂ നടത്തിയത്. എപ്പോഴും എന്റെ ഡ്രീമും പാഷനും സിനിമ തന്നെയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ചാലു വന്ന് പറഞ്ഞത് സിനിമയിൽ വല്ല ചാൻസ് കിട്ടാൻ വേണ്ടി സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഈവൻ ചാൻസ് കിട്ടിയില്ലേലും എനിക്കൊരു കുഴപ്പമില്ല. ഐ എം ഹാപ്പി, സ്റ്റിൽ ഹാപ്പി. കാരണം എനിക്ക് എന്റെ നിലപാട് ബോധിപ്പിക്കാൻ പറ്റിയ എന്നൊരു സന്തോഷം എനിക്കുണ്ട്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരിക്കലെങ്കിലും എനിക്ക് ഒരുപാട് സമയം നമ്മള് കരഞ്ഞിട്ട് വരെയുണ്ട്. എന്താ ഇങ്ങനെ നമ്മൾ എന്തോ ഒരു വസ്തുവാണോ, പെണ്ണെന്ന് പറയുന്നത് വെറും മാംസ കഷ്ണമാണോ എന്ന് തോന്നിയിട്ട് വരെ ഞാൻ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മനസ്സുകൊണ്ട് ഞാൻ ആ ഡ്രീംസിനെ ഉപേക്ഷിക്കുക. എനിക്ക് വലിയ വലിയ പ്രൊജക്ട്സ് അടക്കം വന്ന് ഒരു പ്രൊജക്ട് എനിക്ക് വന്നിരുന്നു. അത് എന്താ ഏതാ ഞാൻ പറയുന്നില്ല. ഈ പ്രൊഡ്യൂസർക്ക് വൺ ടൈം മതി, ഒരു പുതിയ പ്രൊഡ്യൂസറാണ്, ഒറ്റവട്ടം മതി, ഹീറോയിനാണ്, ഒറ്റവട്ടം മതി. അത് നടക്കില്ല. ബിക്കോസ് നമ്മൾ കഴിവുകൊണ്ട് കയറുന്നതും നമ്മൾ വളഞ്ഞ വഴി കയറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കഴിവുകൊണ്ട് കയറുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അഭിമാനിക്കാം. ഞാൻ അങ്ങനെ കയറിയതാണ്, എന്റെ ഒരുപാട് സ്ട്രഗിൾസ് ഞാൻ കയറി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് അഭിമാനിക്കാം. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന കാര്യത്തിനോട് നമുക്ക് പെട്ടെന്ന് മടുപ്പ് തോന്നും. പിന്നെ ജീവിതത്തിൽ എന്ത് ലക്ഷ്യം തോന്നിയിട്ടാണ് നമ്മൾ മുമ്പോട്ട് നീങ്ങേണ്ടത്? നമുക്ക് എന്ത് ലക്ഷ്യം പിന്നെ ജീവിതത്തിലുള്ളത്? നമ്മൾ ജീവിക്കുന്നത് തന്നെ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ്. എല്ലാ ആഗ്രഹങ്ങളും നടത്തിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ആ ഒരു തോട്ടിൽ തന്നെയാണ് അവസാനം ഞാൻ ഫിലിം എന്നൊരു ഫീൽഡ് എനിക്ക് വേണ്ട, ആ ഒരു ഡ്രീം തന്നെ ഞാൻ ഉപേക്ഷിച്ചത്. അപ്പൊ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഷാലൂസ് ബോൺ എന്നാണ് എന്റെ ഇൻസ്റ്റാഗ്രാം ID നെയും. നിങ്ങൾക്ക് അവിടെ വന്ന് നോക്കാം, എന്നോട് മെസ്സേജ് അയക്കാം, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ നിർത്താണ്. താങ്ക് യു.